മുൻപിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ട്രീ ഹൗസ് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അതിനേക്കാൾ അവൾക്ക് സന്തോഷം തോന്നിയത് ചുറ്റിനും നോക്കിയപ്പോഴാണ്. രാവിലെ ഇവിടേക്ക് നോക്കി നിന്ന് ആഗ്രഹിച്ചതേയുള്ളൂ എന്ന്, വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവൾ കൗതുകത്തോടെ മുന്നോട്ട് നോക്കി. ട്രീ ഹൗസിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിൽ വെളിച്ചമുണ്ട്, ഒപ്പം അതിനുള്ളിലും വെളിച്ചം കാണുന്നുണ്ട്. അവൾ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനിയും എന്തൊക്കെയോ തനിക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. വാ. കണ്ണൻ അവളുടെ കയ്യിൽ പിടിച്ച പടികൾ കയറി മുകളിലെത്തിയപ്പോൾ അത് അടച്ചിട്ടിരിക്കുവാണ്. ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണ. അത് പറഞ്ഞ് കണ്ണൻ അവളുടെ കവിളുകളിലേക്ക് ചുണ്ടുകൾ ചേർക്കുകയും ആ ഡോറ് തുറക്കപ്പെടുകയും ചെയ്തു. ഉള്ളിൽ നിന്നും മൊഴിയും ആത്മിയും അവൾക്ക് വേണ്ടി ബർത്ത്ഡേ സോങ് പാടുന്നുണ്ടായിരുന്നു. ഒപ്പം സന്തോഷത്തോടെ അമ്മയും പാട്ടിയും അവളെ നോക്കി നിൽക്കുമായിരുന്നു. വേണിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നുള്ള ഊഹം കിട്ടിയില്ല. സത്യം പറഞ്ഞ എല്ലാ വർഷവും താൻ ഓർക്കാറില്ലെങ്കിൽ പോലും അമ്മായി മുടങ്ങാതെ ഈ ദിവസം അമ്പലത്തിൽ പോയി തനിക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുകയും ചെറിയൊരു സദ്യയും പായസവും വെച്ച് തരികയും ഒക്കെ പതിവാണ്. ഈ കൊല്ലവും താൻ ഓർത്തില്ല പിറന്നാളിനെ പറ്റി. എന്നാണ് കണ്ണൻ അത് ഓർത്തിരുന്നു. കണ്ണൻ അവളുടെ തോളിൽ തട്ടിയപ്പോഴാണ് അവൾ ആലോചന നിർത്തിയത്. വാ, കേക്ക് മുറിക്കുമോളെ. അമ്മ പറഞ്ഞതും അവൾ കണ്ണൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ കേക്കിൻ്റെ അടുത്തേക്ക് ചെന്നു. കേക്ക് കട്ട് ചെയ്ത് ആദ്യം കണ്ണൻ്റെ വായിലേക്ക് കൊടുത്തു. അവൻ അതിൽ നിന്നും കുറച്ച് അവളുടെ വായിലേക്കും പിന്നെ പാട്ടിക്കും അമ്മയ്ക്കും ആത്മിക്കും ഒഴിക്കും അവൾ ഓരോ പീസ് വീതം കൊടുത്തു. കുറച്ചു നേരം കൂടി എല്ലാവരും അവിടെ ഇരുന്നു. ഇന്നിവിടെയാണ് രണ്ടാൾക്കും സ്റ്റേ. ആത്മി പറഞ്ഞപ്പോൾ ആണോ എന്ന രീതിയിൽ വേണി കണ്ണനെ നോക്കി. അവൻ അതേ എന്ന പോലെ കണ്ണ് ചിമ്മി കാണിച്ചു. ബാക്കിയുള്ളവർ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി. വേണിക്കുള്ള ഗിഫ്റ്റ് രാവിലെ തരാട്ടോ, അങ്ങ് പോരെ, ആത്മി ചിരിയോടെ പറഞ്ഞുകൊണ്ടിറങ്ങി. എല്ലാവരും ഇറങ്ങിയപ്പോൾ കണ്ണൻ പോയി വാതിലടച്ചു. അപ്പോഴാണ് വേണി അവനെ പുറകിലൂടെ ചുറ്റിപ്പിടിക്കുന്നത്. അവനൊരു ചിരിയോടെ അവളെ തൻ്റെ മുന്നിലേക്ക് നിർത്തി. എന്താണ്? അവളുടെ മുടിയിഴ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൾ പെരുവിരൽ ഉയർന്ന് അവൻ്റെ നെറ്റിയിലേക്കും നെറ്റിമുട്ടിച്ച് നിന്നു. താങ്ക് യു സോ മച്ച് കണ്ണേട്ട. അവൻ അവളെ ഇരുപ്പിലൂടെ ഉയർത്തി തന്നിലേക്ക് ചേർത്തു. എന്തിനാ പെണ്ണെ നമ്മൾ തമ്മിൽ ഈ നന്ദിയുടെയൊക്കെ ആവശ്യമുണ്ടോ? അവൻ പയ്യെ ചോദിച്ചു. എനിക്കെന്താ പറയണ്ടേന്നറിയില്ല കണ്ണേട്ട. അത്രയ്ക്കും സന്തോഷവതിയാണ് ഞാൻ. ശരിക്കും ഐ ലവ് യു കണ്ണേട്ട. അവൾ അത് പറയുകയും ഒപ്പം അവൻ്റെ അധരങ്ങൾ കവരുകയും ചെയ്തു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൻ അവളെ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവളുടെ അധരങ്ങൾ നുകരുവാൻ തുടങ്ങി. അവരുടെ നാവുകൾ തമ്മിൽ ഇണചേർന്നു. പരസ്പരം വിട്ടുമാറാൻ തയ്യാറാകാതെ ഒരിഞ്ച് പോലും അകലം തമ്മിലില്ലാതെ അവർ പരസ്പരം വരിഞ്ഞു മുറുകി. കണ്ണൻ അവളിൽ നിന്ന് വിട്ടുമാറാതെ തന്നെ അവളെ എടുത്തുയർത്തി മുന്നോട്ട് നടന്നു. പുറകിലെ ബാൽക്കണിയിലേക്കുള്ള വാതിൽ ഒരു കൈകൊണ്ട് തുറന്ന് അവൻ അവളെയും കൊണ്ട് അവിടേക്ക് ഇറങ്ങി. ഒരു പ്രത്യേക ഗന്ധം അവിടെ നിറയുന്നതറിഞ്ഞ് അവൾ അവനിൽ നിന്നും പയ്യെ വിട്ടുമാറി. കണ്ണുകൾ തുറന്നു നോക്കി അവൾ അവിടെ കണ്ട കാഴ്ചയിൽ സ്വയം മറന്നു നിന്നു. ഒരു ബാത്ത് ടബിൽ നിറയെ വെള്ളവും ഒപ്പം തന്നെ റോസാപ്പൂ ഇതളുകളും അടർത്തിയിട്ടിരിക്കുന്നു. അവിടെ അടുത്തൊക്കെയായി പല നിറത്തിലും സുഗന്ധത്തിലുമുള്ള ക്യാൻഡിലുകൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. കൂടുതൽ ആലോചിക്കാനുള്ള ഇട അവൾക്ക് കൊടുക്കാതെ കണ്ണൻ അവളെ എടുത്തുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ആ ഡബ്ബിലേക്ക് ഇറങ്ങി. കണ്ണൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന വശ്യഭാവം നോക്കി കാണുകയായിരുന്നു വേണിയപ്പോൾ. തണുത്ത വെള്ളം ശരീരത്തിലേക്ക് ഇരച്ചു കയറ്റിയ തണുപ്പിൽ വേണിയൊന്ന് കുറുകിക്കൊണ്ട് കണ്ണനോട് ചേർന്നിരുന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരുന്നു. ഗിഫ്റ്റ് വേണ്ടേ പെണ്ണിന്? അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഇനിയും? അവൾ കണ്ണനെ നോക്കി ചോദിച്ചു. അവൻ അവളുടെ മുടിയൊരു വശത്തായി മുന്നിലേക്കിട്ടുകൊണ്ട് മറുവശത്ത് തോളിലായി ചുണ്ടുകൾ ചേർത്തു. ഒപ്പം അവൻ്റെ ദന്തങ്ങളും അവിടേക്ക് ആഴ്ന്നു. അപ്പോൾ തോന്നിയ വേദനയും ഉന്മാദവും കൊണ്ട് അവളിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. ഒരുപാട് മുത്തുകൾ വെച്ച ഒരു പാദസരം അവൻ കയ്യിലെടുത്തു. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? കണ്ണൻ ചോദിച്ചത് കേട്ട് അവൾ ചിരിച്ചു. ഒരുപാട്. അവൾ പറഞ്ഞതും അവൻ അവളുടെ കാലുകൾ തൻ്റെ അടുത്തേക്കാക്കി. നനഞ്ഞൊട്ടിരിക്കുന്ന അവളുടെ പാൻറ് അവൻ കുറച്ച് മുകളിലേക്കാക്കി ആ പാദസരം അണിയിച്ചു. ഒപ്പം അവിടെ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ കാലിൽ പറ്റി പിടിച്ചിരിക്കുന്ന റോസാപ്പൂ ഇതളുകൾ കണ്ണൻ തൻ്റെ വാ കൊണ്ട് അടർത്തി മാറ്റി.
ഇതുവരെയും തനിക്ക് പരിചയമില്ലാത്ത കണ്ണൻ്റെ പുതിയ ഭാവം വേണിയിൽ ഒരേ സമയം പരവേശവും ഒപ്പം ലജ്ജയും ഉളവാക്കി. അവൻ അവളെ വീണ്ടും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. മുകളിൽ നിന്ന് നെഞ്ചിലേക്ക് താഴെ വരെ കണ്ണൻ്റെ ഷർട്ട് മാറ്റി. നെഞ്ച് അനാവൃതമായിരുന്നു. നഗ്നമായ അവൻ്റെ നെഞ്ചിലേക്ക് വേണി അവളുടെ മുഖം ചേർത്തു. കണ്ണൻ്റെ സാന്നിധ്യത്തിൽ അവളുടെ ഹൃദയമിടിപ്പ് നന്നായി കൂടി. അതുകൊണ്ട് തന്നെ അവൻ്റെ നെഞ്ചിലാണ് അവൾ കിതപ്പടക്കിയത്. ചുറ്റുമുള്ള തണുപ്പും തൻ്റെ പെണ്ണിൻ്റെ കിതപ്പിൻ്റെ ചൂടും കണ്ണിൽ വീണ്ടും വികാരത്തിൻ്റെ അളവ് കൂട്ടി. വെള്ളത്തിൽ നിന്ന് അരിച്ചു കയറുന്ന തണുപ്പിൽ കണ്ണൻ്റെ രോമാവൃതമായ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുമ്പോൾ ഇതുവരെ അറിയാത്ത പ്രണയത്തിൻ്റെ പുതിയ ഭാവങ്ങൾ അറിയുകയായിരുന്നു വേണിയപ്പോൾ. അവളുടെ താടിത്തുമ്പ് വിരലുകളാൽ ഉയർത്തിക്കൊണ്ട് കണ്ണൻ വേണിയെ നോക്കി. അവളുടെ കണ്ണിലും പ്രണയവും കാമവും ചേർന്ന ഒരു വശ്യഭാവം നിറഞ്ഞു നിന്നു. കണ്ണൻ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആ നോട്ടം മാറ്റാതെ തന്നെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. കഴുത്തിലാകമാനം അവൻ്റെ ചുണ്ടും നാവും കുസൃതി കാണിച്ചപ്പോൾ വേണി പുളഞ്ഞുകൊണ്ട് കണ്ണൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. മെഴുകുതിരി വെളിച്ചത്തിൽ അവളുടെ കഴുത്തിലെ തൻ്റെ പ്രിയപ്പെട്ട മറുക് കണ്ടതും കണ്ണൻ ആ മറുകിനെ ദന്തങ്ങളാൽ കവർന്നു. വേണിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ഒപ്പം അവളിൽ നിന്നും ഒരു സീൽക്കാരം പുറത്തേക്ക് വന്നു. അത് കണ്ണനെ കൂടുതൽ മത്തു പിടിപ്പിച്ചു. അവൻ അവളെ എടുത്തുയർത്തിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. വേണിയെ ബെഡിലേക്ക് കിടത്തി. ഒപ്പം അവളിൽ നിന്നും പിടിവിടാതെ അവനും ചേർന്ന് കിടന്നു. കണ്ണുകളാൽ കഥകൾ പറഞ്ഞു കിടക്കുമ്പോൾ മൗനം അവർക്ക് കൂട്ടായി ഉണ്ടായിരുന്നു. അവളുടെ നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ കഴുത്തിലേക്ക് ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. ഒപ്പം ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളും അവളുടെ ശരീരത്തിലേക്ക് നനഞ്ഞൊട്ടി അവളുടെ അങ്കലാവണ്യം എടുത്തു കാണിച്ചു. അവളുടെ നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന നനഞ്ഞ മുടിയിടകളെ കണ്ണൻ കൈകൊണ്ട് മാടി ഒതുക്കി ചെവിക്ക് കിഴിയിൽ വെച്ചു. അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. വേണി അവൻ്റെ കണ്ണുകളുടെ ആഴങ്ങളിൽ ലയിച്ചു കിടന്നു. കണ്ണൻ പയ്യെ ഒന്ന് പൊങ്ങി അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. പിന്നെ കൂമ്പിയടഞ്ഞു പോയ അവളുടെ ഇരുമിഴികളിലും ഇരു കവിളിലും ചുംബിച്ചിട്ട് അവൻ്റെ അതരങ്ങൾ അതിൻ്റെ ഇണയെ തേടി. അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ അതരങ്ങളിൽ ചേർത്തുകൊണ്ട് കണ്ണൻ അവളിലേക്ക് അമർന്നു. എത്ര നുകർന്നിട്ടും മതി വരാത്തതുപോലെ അവർ തമ്മിൽ അതരങ്ങൾ നുകർന്നുകൊണ്ടിരുന്നു. കുറച്ചേറെ നേരം നീണ്ടുനിന്ന ആ ചുംബനത്തിനൊടുവിൽ വേണി കിതപ്പടക്കാൻ പാടുപെട്ടപ്പോഴാണ് തന്നിൽ നിന്നും ഇതൾ കൊഴിയും പോലെ വസ്ത്രങ്ങൾ അഴിയപ്പെടുന്നത് അവൾ അറിഞ്ഞത്. കണ്ണൻ്റെ ഓരോ സ്പർശനവും അവളിലെ സ്ത്രീയെ ഉണർത്തി. അതിനനുസരിച്ച് അവളുടെ കിതപ്പും ശ്വാസോച്ഛ്വാസവും വർദ്ധിച്ചു. വേണിയുടെ മുഖം ഇരു കൈകളാൽ ഉയർത്തി കണ്ണൻ അവളുടെ കണ്ണുകളിലേക്ക് നോട്ടമെറിഞ്ഞു. ആ മിഴികളിൽ നിറഞ്ഞു നിന്നത് തന്നെ സ്വന്തമാക്കിക്കോട്ടെ എന്ന ചോദ്യമാണെന്ന് വേണിക്ക് മനസ്സിലായി. അവൾ ഒന്ന് ഉയർന്നുകൊണ്ട് സമ്മതമെന്നോണം അവൻ്റെ അതരങ്ങൾ കവർന്നതും ആ ചുംബനത്തിനിടയിൽ കണ്ണൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ കിതപ്പും തേങ്ങലുകളും ചുംബനത്തിനൊരു കണ്ണൻ സ്വന്തമാക്കി. വേണിയുടെ കണ്ണിൽ നിന്നും ഒരിറ്റി കണ്ണുനീർ താഴേക്കൊഴുകിയപ്പോൾ അതിനെയും ഒഴുക്കിവിടാൻ സമ്മതിക്കാതെ കണ്ണൻ ആ കണ്ണുനീർ തുള്ളിയെയും തൻ്റെ നാവാൽ നുകർന്നു. വേണിയുടെ കയ്യ് അവൻ്റെ നഗ്നമായ പുറത്തിഴഞ്ഞു നടന്നപ്പോൾ അവളുടെ നഖം അവൻ്റെ പുറത്തുരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ദന്തങ്ങൾ കണ്ണൻ്റെ തോളിലായി അമർന്നപ്പോൾ കുറച്ചുകൂടി ആവേശത്തോടെ അവളിലേക്ക് ചേർന്നതല്ലാതെ കണ്ണൻ പിന്മാറിയില്ല. അല്പനേരത്തിനു ശേഷം കണ്ണൻ കിതപ്പോടെ വേഗത്തിൽ ഉയർന്നു താഴ്ന്ന് വേണിയുടെ മാറിലേക്ക് തല ചായ്ച്ചുകൊണ്ട് അവൻ്റെ കിതപ്പടക്കി. വേണി അവൻ്റെ തലയിൽ തഴുകി കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്തു. തന്നെ എല്ലാ രീതിയിലും പൂർണ്ണനാക്കി. വേണി അതോർത്തപ്പോൾ അവൻ വേണിയെ ഒന്ന് നോക്കി. താൻ സ്വന്തമാക്കിയതിൻ്റെ ആലസ്യത്തിൽ മയങ്ങുന്ന അവളോട് കണ്ണനടങ്ങാത്ത പ്രണയം തോന്നി. അതിൻ്റെ ഫലമെന്നോണം അവളുടെ വിയർത്തൊലിക്കുന്ന കഴുത്തിലേക്ക് അവൻ മുഖം അമർത്തി. വേണി കുറുകിക്കൊണ്ട് തൻ്റെ കണ്ണുകൾ തുറന്നു. വേദനിച്ചോ? കണ്ണൻ അവളുടെ കഴുത്തിലും കവിളിലുമായി തഴുകിക്കൊണ്ട് ചോദിച്ചു. വേണിയൊന്ന് പുഞ്ചിരിച്ചു. വേദനയേക്കാൾ ഉപരി എനിക്ക് കണ്ണേട്ടൻ്റെ സ്വന്തമാകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്നിലെ സ്ത്രീയെ പൂർണ്ണനാക്കിയതാണ് ഏട്ടൻ. അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ലവ് യു പെണ്ണേ. ലവ് യു ടു ഏട്ടാ. രണ്ടാളും കുറച്ചു നേരം കൂടി മൗനമായി കഥകൾ പറഞ്ഞുകൊണ്ട് മയക്കത്തിലേക്ക് പോയി. പുറത്ത് മഴ പെയ്യുന്നതിൻ്റെ ശബ്ദവും തണുപ്പും ആയപ്പോഴാണ് വേണി കണ്ണുകൾ തുറക്കുന്നത്. അപ്പോഴാണ് താൻ കണ്ണൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത്. ഒരു പുതപ്പിലാണ് രണ്ടാളും. വേണിക്ക് തണുപ്പ് തോന്നിയിട്ട് കുറച്ചുകൂടി കണ്ണനിലേക്ക് ചേർന്ന് കിടന്നു. ഇന്നലെ നടന്നതോരോന്ന് അവളുടെ ഉള്ളിലേക്ക് കടന്നുപോയി.
അതിൻ്റെ പ്രതിഫലനമെന്നോണം അവളുടെ കവിളുകൾ ചുവപ്പ് രാശി പടർന്നു. എന്നാൽ വേറൊരു കാര്യം ആലോചിച്ചപ്പോൾ അവളുടെ മുഖത്ത് ആകുലത നിറഞ്ഞു. 1 വർഷത്തിനു ശേഷമേ തമ്മിൽ ചേരാവൂ എന്നല്ലേ ജ്യോത്സ്യൻ പറഞ്ഞത്. അതിപ്പോൾ വിവാഹമായാലും ശാരീരികമായാലും അങ്ങനെ തന്നെയല്ലേ? ആ സമയത്തിന് മുൻപേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾക്ക് അപകടം എന്നാണല്ലേ പറഞ്ഞത്. ഇതൊന്നും അറിയാതെ പ്രസന്നതയോടെ കണ്ണുകൾ അടച്ചു കിടക്കുന്ന കണ്ണൻ്റെ മുഖത്തേക്ക് വേണി നോക്കി. അവൻ്റെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ പയ്യെ മാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു. അവൾ കൈ ഉയർത്തി അലസമായി കിടക്കുന്ന അവൻ്റെ മുടി തഴുകി. പിന്നെ അവൻ്റെ മുഖത്ത് മീശയിലും താടിയിലുമായി അവളുടെ വിരലുകൾ കുസൃതിയോടെ ഓടി നടന്നു. അപ്പോഴാണ് കണ്ണുകൾ തുറക്കാതെ തന്നെ കണ്ണൻ്റെ പിടി അവളുടെ കയ്യിൽ വീഴുന്നത്. അവൾ അബദ്ധം പറ്റിയതുപോലെ നാവിൻ തുമ്പ് കടിച്ച് കണ്ണൻ കണ്ണു തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ പെട്ടെന്നുള്ള നോട്ടം കണ്ട് നാണം തോന്നിയ വേണി അത് മറക്കാനെന്നോണം പുതപ്പുമായി എഴുന്നേൽക്കാൻ തുടങ്ങി. എങ്ങോട്ടാ പെണ്ണെ പോകുന്നേ? എൻ്റെ മുന്നിൽ എന്തിനാ ഈ നാണം? അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കണ്ണൻ ചോദിച്ചു. വേണി ഒന്നും മിണ്ടാതെ ഒരു ചിരിയോടെ അവനിലേക്ക് ചേർന്ന് കിടന്നു. കണ്ണൻ അവളുടെ മുടിയിൽ തഴുകി കിടന്നു. കൃഷ്ണ, എന്തോ പ്രശ്നമുണ്ടല്ലോ നിന്റെ മനസ്സിൽ. എന്തോ ഇങ്ങനെ കുഴഞ്ഞു മറിയുന്നു? എന്താടാ കാര്യം? കണ്ണൻ്റെ ചോദ്യം കേട്ട് വേണിയുടെ കണ്ണ് തള്ളി. തൻ്റെ മനസ്സിലുള്ളത് എത്ര വേഗമാണ് കണ്ണൻ മനസ്സിലാക്കുന്നത്. അവൾ ആലോചിച്ചു. അവൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെയും അവനോട് പറഞ്ഞു. ഒക്കെയും കേട്ട് നിശബ്ദനായിരുന്നതിനു ശേഷം കണ്ണൻ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പെണ്ണെ, ഈ ജാതകത്തിലും സമയദോഷത്തിലുമൊന്നും എനിക്ക് വിശ്വാസമില്ല. നമ്മൾ പരസ്പരം മനസ്സിലാക്കണം. നമ്മളുടെ മനസ്സുകൾ തമ്മിൽ പൊരുത്തമാണ് വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവൻ്റെ സംസാരം കേട്ട് അവൾ അവനെ സംശയത്തോടെ നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. അന്ന് ജ്യോത്സ്യൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞേനെ നമ്മുടെ വിവാഹം ഇപ്പോഴേ വേണ്ടെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, നീ പൂർണ്ണമായും എന്നെ അറിയണം. നമ്മുടെ മനസ്സുകൾ തമ്മിൽ അടുക്കണം. അത് കഴിഞ്ഞു മതി വിവാഹം എന്നാണ് ഞാൻ ചിന്തിച്ചത്. അന്ന് അമ്പലത്തിൽ വെച്ച് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമ്പോൾ നിനക്കെന്നെ അറിയില്ല വലുതായി. നമ്മൾ തമ്മിൽ നേരെ ചൊവ്വയൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. നീ അറിയാതെ നിന്നെ സ്നേഹിച്ചത് ഞാനാണ്. ഞാൻ നിന്നെ താലി കെട്ടിയെന്നതിൻ്റെ പേരിൽ തമ്മിൽ മനസ്സിലാക്കാതെ ഒരു ജീവിതം നമ്മൾ തുടങ്ങേണ്ട കാര്യമില്ലെന്ന് തോന്നി എനിക്ക്. അതിന് കുറച്ച് സമയം ആവശ്യമല്ലേ? നിനക്കെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആകണ്ടേ? അതൊക്കെ കൊണ്ട് വിവാഹം കുറച്ചു നാൾ കഴിഞ്ഞു മതിയെന്ന് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. ഞാൻ മനസ്സിൽ കണ്ടതുപോലെ അദ്ദേഹം പറയുന്നത് 1 വർഷം കഴിഞ്ഞു മതി വിവാഹമെന്ന്. ഞാൻ ആഗ്രഹിച്ചതും അതാണ്. അതുകൊണ്ടാണ് അന്ന് ഞാൻ അതിന് സമ്മതിച്ചത്. അല്ലാണ്ട് ഈ ദോഷത്തിലും സമയത്തിലും ഒന്നും എനിക്ക് വിശ്വാസമില്ല. കേട്ടോടി പൊട്ടിപ്പെണ്ണേ. കണ്ണൻ അവളുടെ മൂക്കിൻ്റെ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല അല്ലേ? എന്തിനാ പേടിക്കുന്നേ? നമ്മൾ പരസ്പരം സ്നേഹം വിശ്വാസമുണ്ട്. ദൈവം നമുക്കൊപ്പമുണ്ട്. അതുപോലെ പിന്നെ ഓരോ നിമിഷവും നിന്നോടുള്ള പ്രണയം എനിക്ക് കൂടുന്നതേ ഉള്ളൂ. നമ്മൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ എക്സ്ട്രീമായപ്പോൾ നമ്മുടെ മനസ്സുകൾ പോലെ നമ്മുടെ ശരീരങ്ങളും ഒന്നിച്ചു. അത്രയേ ഉള്ളൂ. കണ്ണൻ്റെ സംസാരത്തിൽ നിന്ന് വേണിക്ക് മനസ്സിൽ തോന്നിയ ടെൻഷനെല്ലാം തന്നെ മാറിയിരുന്നു. താഴേക്ക് പോകണ്ടേ? അവൾ ചോദിച്ചു. പോകണോ? വേണ്ടേ? വല്ലാത്ത ക്ഷീണം, എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. കണ്ണൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ കുറുമ്പോട് അവൻ്റെ കവളിൽ അമർത്തി കടിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. വെച്ചിട്ടുണ്ടടി പട്ടിക്കുട്ടി നിനക്ക്. കവളിൽ പിടിച്ചുകൊണ്ട് വേണി പോയ വഴിയെ അവൻ വിളിച്ചു പറഞ്ഞു. അവർ രണ്ടാളും കുളിച്ച് ഫ്രഷായി താഴെ എത്തി. കാട്ടിനുള്ളിൽ വെട്ടം അടിക്കുന്നതേ ഉള്ളൂ. അവർ അതുവഴി നടന്ന് വീട്ടിലേക്ക് ചെന്നു. അവിടെ അമ്മയും ബാക്കിയുള്ളവരും അവരെ കാത്തിരിക്കുമായിരുന്നു. പാട്ടി രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്നിരുന്നു. അതിൻ്റെ പ്രസാദം വേണിക്ക് കൊടുത്തു. പിറന്നാളായതുകൊണ്ട് അവൾക്ക് വേണ്ടി പാട്ടി പ്രത്യേക വഴിപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണിക്ക് ഗിഫ്റ്റ് വേണ്ടേ? അത് പറഞ്ഞൊരു കള്ളച്ചിരിയോടെ ആത്മീയ അകത്തു നിന്നും ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. വേണി ആകാംക്ഷയോടെ അത് കയ്യിൽ വാങ്ങി തുറന്നു നോക്കി. ഒരു ആൽബമാണ്, ചെറിയ ഒരെണ്ണം. അതിലെ ഓരോ പേജും മറിച്ചു നോക്കുമ്പോൾ കണ്ണൻ്റെയും വേണിയുടെയും മിഴികൾ ഒരുപോലെ വിടർന്നു. അവർ അറിയാതെ ആത്മീയെടുത്ത ഓരോ ചിത്രങ്ങളും അതിലുണ്ടായിരുന്നു. അതിൽ കൂടുതലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേണിയെ, അവൾ കാണാതെ ചിരിയോടെ നോക്കി നിൽക്കുന്ന കണ്ണനെയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. കണ്ണനും വേണിയും ആത്മീയ ഇരുവശത്തു നിന്നും ചേർത്ത് പിടിച്ചു. രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രക്കും അവർക്ക് ആ ആൽബം ഇഷ്ടപ്പെട്ടു.
നിങ്ങളിന്ന് പോകുമല്ലേ എന്നോർക്കുമ്പോഴാണ് വിഷമം. കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നൂടെ? അമ്മ അവരെ രണ്ടാളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇവിടെ നിന്നും പോകാൻ ഞങ്ങൾക്കും തോന്നുന്നില്ല അമ്മ. പക്ഷേ പോയല്ലേ പറ്റൂ. ഇന്നേക്ക് 5-ാം ദിവസം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആണ്ടാണ്. അതിന് ഞാൻ നാട്ടിലുണ്ടായില്ലേ പറ്റൂ. വേണി അത് പറഞ്ഞപ്പോൾ അവളുടെ സ്വരം ഇടറുന്നത് അവർ ശ്രദ്ധിച്ചു. നിനക്കുള്ള യഥാർത്ഥ പിറന്നാൾ സമ്മാനം ഞാൻ ഇതുവരെയും തന്നിട്ടില്ല പെണ്ണെ. ഇനി അതിനധികം കാത്തിരിപ്പ് വേണ്ട. നിന്റെ ജീവിതത്തിലേക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. ഇനി വെറും 5 ദിവസം കൂടെ. കണ്ണൻ വേണിയെ നോക്കി മനസ്സിൽ പറഞ്ഞു. അമ്മയോട് സംസാരിച്ച് നേരെ നോക്കിയ വേണി കാണുന്നത് തൻ്റെ മുഖത്തേക്ക് നോക്കി എന്തോ ആലോചനയോടെ നിൽക്കുന്ന കണ്ണനെയാണ്. അവൾ എന്താണെന്ന രീതിയിൽ പിരികമുയർത്തിയതും കണ്ണൻ ഒന്നുമില്ലെന്ന പോലെ കണ്ണ് ചിമ്മി കാണിച്ചു. ഉച്ചയോടെ കണ്ണനും വേണിയും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് സന്തോഷത്തോടെ അമ്മയും പാട്ടിയും ആത്മയും മൊഴിയും അവരെ യാത്രയാക്കി.